ഗൈസ്, വെൽക്കം ബാക്ക് ടു UPSC ടോക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ഡിസംബർ 2020 ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ അനാലിസിസ് ആണ്. ഇത് സിവിൽ സർവീസ് എക്സാം പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് GST റവന്യൂ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. അതായത് ഈ നവംബർ 2020 നമ്മുടെ GST കളക്ഷൻ എന്ന് പറയുന്നത് 1 lakh crore മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇക്കണോമിയെ സംബന്ധിച്ച് ഇതൊരു ശുഭസൂചനയാണ്. ഇത് കഴിഞ്ഞ 2019 നവംബറിനെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ നവംബറിലെ കളക്ഷന് ഒരു 1.4% ഹയർ ആണ്. പക്ഷേ ഈ ഒക്ടോബർ മാസത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറവാണ്. എന്നാലും ഒരു ഇൻക്രീസിങ് ടെൻഡൻസി കാണുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ GST കോമ്പൻസേഷൻ സ്റ്റേറ്റ്സിന് കൊടുക്കാത്തതായിട്ട് ബന്ധപ്പെട്ട കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ GST റവന്യൂ കളക്ഷൻ ഇൻക്രീസ് ചെയ്ത് വരുവാണെങ്കിൽ സ്റ്റേറ്റ്സിനുള്ള ഈ കോമ്പൻസേഷൻ എത്രയും വേഗം തന്നെ കൊടുത്തു തീർക്കാനൊക്കെ പറ്റുമെന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല സൂചന തന്നെയാണ്. പക്ഷേ എക്കണോമിക് സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളെന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവൽ സീസൺ ആണ്. അപ്പോൾ ഡിസംബറിലെ ഡാറ്റ കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഡിസംബറിലെ ഒരു ട്രെൻഡോടെ നോക്കിയിട്ടാണ് നമുക്ക് GST റവന്യൂ കളക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നൊരു കറക്റ്റായിട്ടുള്ളൊരു അനാലിസിസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് വന്നാലും ഇതൊരു നല്ലൊരു സൂചനയാണെന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ് വരുന്നത് ഫാർമേഴ്സും ഗവൺമെൻറ്റും തമ്മിൽ നടന്ന ഒരു മീറ്റിങ്ങിൻ്റെയാണ്. അതായത് ഇന്നലെ എൻഡ് ചെയ്ത മീറ്റിംഗ്. നമ്മുടെ പുതിയതായിട്ട് വന്ന 3 കോൺട്രവേഴ്സ്യൽ ഫാർമേഴ്സ് ബില്ലിന് എതിരെയുള്ള പ്രൊട്ടസ്റ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ടോക്ക് ഇന്നലെ ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റും ഫാർമേഴ്സും തമ്മിലുള്ള ഒരു മീറ്റിംഗ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പ്രപ്പോസൽസ് ഒന്നും ഫാർമേഴ്സിൻ്റെ യൂണിയൻ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവർ റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഒരു പുതിയ എക്സ്പേർട്ട് കമ്മിറ്റീനെ രൂപീകരിച്ച് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പഠിക്കാം എന്നൊരു സജഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിലും ഫാർമേഴ്സ് യൂണിയൻ ഇത് റിജക്റ്റ് ചെയ്തു. അവരിപ്പോഴും ഈ ബില്ലിന് എഗനിസ്റ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഗവൺമെൻറ്റുമായിട്ട് ഒരു ധാരണയിലും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് മീറ്റിംഗ് ഇനി ഡിസംബർ 3 ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഫാർമേഴ്സ് അവരുടെ പ്രശ്നങ്ങളും അവരുടെ സജഷൻസൊക്കെ ആ മീറ്റിങ്ങിൽ വെക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇനി റീജിയണൽ പേജസിലൊന്നും വരുന്ന ന്യൂസസ് നോക്കുന്നില്ല. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ. ഇനിയിപ്പോൾ നമുക്ക് എഡിറ്റോറിയൽ പേജിലേക്ക് പോകാം. അവിടെ പറഞ്ഞിരിക്കുന്ന ന്യൂസ് റീജിയണൽ പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ കഴിഞ്ഞ മൺഡേയിൽ നടന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഒരു ഹെഡ് ഓഫ് ഗവൺമെൻറ് മീറ്റിങ്ങിനെ കുറിച്ചാണ്. അത് ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യ ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇന്ത്യ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഷാങ്ഹായ് കോപ്പറേഷൻ്റെ SGOയുടെ ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്തത്. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻ്റർ ഗവൺമെൻറ്റൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. കസാക്കിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, റഷ്യ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങി 8 കൺട്രീസാണ് ഇതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഇതൊരു യൂറേഷ്യൽ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, മിലിറ്ററി ഓർഗനൈസേഷൻ ആണ്. ഇനി കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്, ഇതൊരു ഇൻ്റർ ഗവൺമെൻറ് മീറ്റിംഗ് ആയിരുന്നു. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് COVID-19 ശേഷമുള്ള എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഫുഡ് പ്രോബ്ലംസിനൊക്കെ എതിരായിട്ട് അതിനുവേണ്ടി എടുക്കാവുന്ന പ്രാക്ടിക്കൽ മെഷേഴ്സിൻ്റെ ഒരു പ്ലാൻ ആൻഡ് പ്രിയോറിറ്റീസ് ഫിക്സ് ചെയ്യായിരുന്നു ഈ മീറ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് പങ്കെടുത്ത ഒരു മീറ്റിംഗ് എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയോ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഇമ്രാൻ ഖാനോ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല. ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് പങ്കെടുത്തത് വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു ആയിരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയുള്ള സ്ട്രോങ് ഒബ്സർവേഷൻസ്, ക്രോസ് ബോർഡർ പാകിസ്ഥാനെതിരെയായിട്ട് ക്രോസ് ബോർഡർ ടെററിസത്തെക്കുറിച്ചൊക്കെ വെങ്കയ്യ നായിഡു നന്നായിട്ട് തന്നെ സംസാരിച്ചു. ഇന്ത്യയുടെ ഒബ്സർവേഷൻസൊക്കെ മുമ്പോട്ട് വെച്ചു. പാകിസ്ഥാൻ ഇതിനെ ഒപ്പോസ് ചെയ്ത് പറഞ്ഞത് സ്റ്റേറ്റ് ടെററിസത്തെക്കുറിച്ചായിരുന്നു. ഡിസ്പ്യൂട്ടഡ് ഏരിയാസിലുള്ള ജമ്മു കാശ്മീരിനെയൊക്കെ റെപ്രസെൻ്റ് റെഫർ ചെയ്ത് തന്നെ സംസാരിച്ചു അവർ. പക്ഷെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തിയപ്പോൾ ഈ ആൻറ്റി ടെററിസം ഒന്നും അങ്ങനെ കണക്കിലെടുത്തില്ല. മീറ്റിങ്ങിൽ ഫോക്കസ് ചെയ്തത് എക്കണോമിക് ആൻഡ് ട്രേഡ് ഇഷ്യൂസ് ആയിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് ഷാങ്ഹായ് കോപ്പറേഷൻ. ഏഷ്യൻ നാറ്റോ എന്നാണ് SCO ഗ്രൂപ്പിംഗ് അറിയപ്പെടുന്നത്. ഇന്ത്യ ബാക്കിയുള്ള റീജിയണൽ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള സാർക്ക്, BBIN, RCEP ഇതൊക്കെ ഡിക്ലൈൻ ചെയ്തതുകൊണ്ട് സെൻട്രൽ ഏഷ്യൻ കൺട്രീസിലേക്കുള്ള ട്രേഡ് ആൻഡ് സ്ട്രാറ്റജിക് ട്രൈസ് ഇംപ്രൂവ് ചെയ്യുന്നത് ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ.
നെക്സ്റ്റ് വരുന്ന ആർട്ടിക്കിൾ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹാംഫുൾ ഐഡിയാസ് ഓഫ് എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ്. എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു മതത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു രീതി. ഇപ്പോൾ മലയാളം സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ഭാഷ മലയാളം, ബാക്കിയുള്ള ഭാഷകളൊന്നും കൊള്ളത്തില്ല, ആ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ ക്രിസ്ത്യൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ബാക്കി മതങ്ങളെയൊക്കെ അവരുടെ ആശയങ്ങളെയൊക്കെ ഒരു പുച്ഛിച്ച് തള്ളുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻ, അതിനാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ് എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ ബിലോങ്ങിങ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ രണ്ടിൽ കൂടുതൽ, അല്ലാതെ എല്ലാ ഭാഷകളെയും അല്ലെങ്കിൽ എല്ലാ മതത്തിലെ ആശയങ്ങളെയും, ഇപ്പോൾ ഞാനൊരു ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ബാക്കിയുള്ള മതത്തിൻ്റെ ആശയങ്ങളെയും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒന്നിൽ കൂടുതൽ മതത്തിൻ്റെ ആശയങ്ങളെയും ഭാഷകളെയും ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനാണ് മൾട്ടിപ്പിൾ ബിലോങ്ങിങ് എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ് ബിലോങ്ങിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ അതിന് കുറേ പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ആശയങ്ങളല്ലാതെ വേറൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അത് കുറേ പ്രോബ്ലംസ് സൃഷ്ടിക്കും. അതുകൊണ്ട് മാറ്റം അനിവാര്യമാണ്. നമ്മളൊരു മൾട്ടിപ്പിൾ ബിലോങ്ങിങ്ങിലേക്ക് മാറേണ്ട ഒരിത് ആവശ്യമാണ്. ഇപ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഡൽഹി ഒരു മൾട്ടിപ്പിൾ ബിലോങ്ങിങ്ങിൻ്റെ എക്സാമ്പിളാണ്. അവിടെ ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, ഉറുദു സംസാരിക്കുന്നവരുണ്ട്, പഞ്ചാബ് സംസാരിക്കുന്നവരുണ്ട്, ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ ഡൽഹി എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ബിലോങ്ങിങ്ങിൻ്റെ എക്സാമ്പിളാണ്. എല്ലാ മതത്തിൻ്റെ ആശയങ്ങൾ തമ്മിലും സിമിലാരിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ബൈബിൾ ആണെങ്കിലും ഖുറാൻ ആണെങ്കിലും രാമായണം ആണെങ്കിലും എല്ലാത്തിലും പറയുന്ന ആശയങ്ങൾ തമ്മിൽ, എല്ലാ മനുഷ്യൻ്റെ നന്മയ്ക്കുള്ളതാണല്ലോ, എല്ലാം ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുക, എല്ലാ ഭാഷകളെയും അംഗീകരിക്കുക, അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു ആർട്ടിക്കിളിലൂടെ നമുക്ക് തരുന്നത്. നെക്സ്റ്റ് വരുന്ന ആർട്ടിക്കിൾ ദ ലാസ്റ്റ് സ്ട്രോ ഈസ് ബീങ് ഫർദർ ഡിസേബിൾഡ്, ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഇൻ പ്രിസൺ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. ഇതിൽ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഫാദർ സ്വാമി എന്ന് പറയുന്ന ഒരാൾ, അയാളൊരു പാർക്കിൻസൺ ഡിസീസുള്ള ആളാണ്. ആൾ എൻ ഐ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ പാർക്കിൻസൺ ഡിസീസുള്ള ആളായതുകൊണ്ട് അയാൾക്കൊരു സിപ്പറും സ്ട്രോയും ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ഫുഡ് കഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ആവശ്യപ്പെട്ടു, പക്ഷേ കോർട്ട് അത് കൊടുത്തില്ല. അവസാനം ജയിലിലുണ്ടായിരുന്ന പോലീസുകാർ അയാളുടെ അവസ്ഥ ദയനീയം കണ്ട് അവരത് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറഞ്ഞു വെക്കുന്നത് ഡിസബിലിറ്റി ഉള്ള പേഴ്സൺ, അവർക്ക് കുറച്ച് റൈറ്റ്സ് ഉണ്ട്. അതിപ്പോൾ അവർ തെറ്റ് ചെയ്താണ്, അപ്പോൾ ജയിലിൽ കിടക്കണം, എന്നാലും അവരുടെ ആ ഡിസേബിലിറ്റിക്കുള്ള ആ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ അവരുടെ ആ റൈറ്റ്സ് നമ്മൾ അംഗീകരിച്ച് കൊടുക്കണം. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ച് ഇൻ്റർനാഷണൽ ലോസും ഉണ്ട്, നാഷണൽ ലോസും ഉണ്ട്. ഇൻ്റർനാഷണൽ ലെവലിൽ വരുന്ന 3 ലോസാണ്. ഫസ്റ്റ് UN കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, CRPD എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. പിന്നെ ആർട്ടിക്കിൾ 10 ഓഫ് ഇൻ്റർനാഷണൽ കോവിനൻറ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓർ ICCPR. പിന്നെ തേർഡ് വരുന്നത് ദ നെൽസൺ മണ്ടേല റൂൾസ് അപ്രൂവ്ഡ് ബൈ ദ UN ജനറൽ അസംബ്ലി ത്രൂ എ റെസൊല്യൂഷൻ ഇൻ 2015. ഇതെല്ലാം പ്രിസണിലുള്ള ഡിസബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ റൈറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇന്ത്യൻ ലോസിൽ വരുമ്പോൾ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 ഉണ്ട്. ഇതൊരു CRPD, ഇൻ്റർനാഷണൽ ലോ CRPD പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ടാണ് ഇന്ത്യയിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈ ലോസിലെല്ലാം മെയിനായിട്ട് പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഡിസബിലിറ്റിയുടെ പേരിൽ ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടരുത്, അവർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ജയിലിൽ റീസണബിൾ ആയിട്ടുള്ള അവരുടെ അവസ്ഥ അനുസരിച്ച് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ നൽകണം. അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്, അവർക്കെതിരായിട്ടുള്ള ക്രൂവൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഇന്ത്യൻ ജസ്റ്റിസ് സിസ്റ്റം ഈ ഒരു രീതിയിലേക്ക്, അതായത് പ്രസൻസിൽ കിടക്കുന്ന ഡിസേബിൾഡ് പേഴ്സൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് ഡെവലപ്പ് ആവണം. ഒരാളുടെ പൈസയും മറ്റു കാര്യങ്ങളും നോക്കി ആയിരിക്കരുത്, ഒരു പാവപ്പെട്ടവനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യും, അതാണ് ഇന്ത്യൻ ജസ്റ്റിസിൽ ഉൾപ്പെടേണ്ടത് എന്നൊരു ഐഡിയ പറഞ്ഞാണ് ഈ ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, വൈ ബിസിനസ് ബാരൻ ഷുഡ് നോട്ട് റൺ ബാങ്ക്സ്. ഇത് RBIയുടെ പുതിയ ഒരു ഗൈഡ് ലൈൻസിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ന്യൂസാണ്. RBIയുടെ പുതിയ ഗൈഡ് ലൈൻ വന്നു, അതിൻ്റെ നിയമമായിട്ടില്ല. അതനുസരിച്ച് ബിസിനസ് കോർപ്പറേറ്റുകൾക്ക് ബാങ്കിൻ്റെ ഒരു ഷെയർ ഓൺ ചെയ്യാനും ബാങ്കിനെ കൺട്രോൾ ചെയ്യാനും ഉള്ള ലൈസൻസ് കൊടുക്കുന്ന ഒരു ഗൈഡ് ലൈനാണ്. നിയമമായിട്ടില്ല. വർക്കിംഗ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റേണൽ വർക്കിംഗ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് RBIയുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് ഈ ന്യൂസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, അവർക്ക് ഇപ്പോൾ കോർപ്പറേറ്റ്സിന് ബാങ്കിൻ്റെ മേൽ കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ലോൺ എടുക്കും. അവർ സെൽഫ് ലെൻഡിങ്, അത് ബാങ്കിൻ്റെ ഒരു സ്റ്റെബിലിറ്റി
ക്വാളിറ്റീനെയൊക്കെ അത് ബാധിക്കും. അതുപോലെ തന്നെ അവരെടുക്കുന്ന ലോൺ കറക്റ്റ് ടൈമിൽ തന്നെ സ്വന്തം ഒരു കൺട്രോൾ ഉള്ളപ്പോൾ അത് കറക്റ്റ് ടൈമിൽ തിരിച്ചടയ്ക്കണം എന്നില്ലല്ലോ. അപ്പോൾ അതും ബാങ്കിന് ഒരു ഇഷ്യൂ ആകും, ബാങ്കിൻ്റെ ഓപ്പറേഷൻസിന് അത് ഇഷ്യൂ ആയിട്ട് ബാധിക്കും. പിന്നെ നെക്സ്റ്റ് വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് കോമ്പറ്റീറ്റേഴ്സിന് ഇപ്പോൾ ലോൺ കൊടുക്കാതെ അവർക്ക് ലോൺ കൊടുക്കാതെ ഇപ്പോൾ ഒരു കോർപ്പറേറ്റിന് സ്വാധീനമുള്ള ഒരു ബാങ്കിൽ നിന്ന് അവരുടെ കോമ്പറ്റീറ്റേഴ്സിന് അവർ ലോൺ കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിനെ അടിച്ച് തകർക്കാനുള്ള ഒരു തന്ത്രമായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം അവർക്ക് ലോൺ കൊടുക്കാതെ. അപ്പോൾ ഇങ്ങനെയുള്ള അപ്പോൾ ഈ ഒരു നിയമത്തിനെതിരായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു ലൈസൻസ് കൊടുക്കരുതെന്നാണ് ഈ ന്യൂസിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ന്യൂസ് വേൾഡിൻ്റെ പേജിലുള്ളതാണ്. പേജ് നമ്പർ 30. ചൈന പാകിസ്ഥാൻ സൈൻ മിലിറ്ററി ഡീൽ. ചൈനയും പാകിസ്ഥാനും തമ്മിൽ പുതിയൊരു മിലിറ്ററി ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അവരുടെ രണ്ട് രാജ്യത്തിൻ്റെയും, ചൈനയുടെയും പാകിസ്ഥാൻ്റെയും മിലിറ്ററി റിലേഷൻഷിപ്സ് ഹയർ ലെവലിലേക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിനും രണ്ട് രാജ്യത്തിൻ്റെയും സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും റീജിയണൽ പീസ് സ്റ്റെബിലിറ്റി ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയൊരു മിലിറ്ററി ഡീല് സൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ രണ്ട് രാജ്യങ്ങൾക്കുമായിട്ട് കുറച്ച് ഇഷ്യൂസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കിക്കാണേണ്ട ഒരു ഡീല് തന്നെയാണിത്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനി നെക്സ്റ്റ് വരുന്നത് ബിസിനസ് സെക്ഷനിലെ ഒരു ന്യൂസാണ്. PMI ഷോസ് മാനുഫാക്ചറിങ് ലോസിങ് സ്റ്റീം. അതായത് ഇത് പർച്ചേസിങ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഒരു ബിസിനസ് ഗ്രോത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. 0 to 100 നമ്പേഴ്സ് വരെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. ഇതിൽ ഒരു 15 എബവ് ഇൻഡെക്സ് വന്നിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഷൻ ആണ്, അതായത് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ട്. ബിലോ 15 ആണെങ്കിൽ കോൺട്രാക്ഷൻ, അതായത് ബിസിനസ് കുറഞ്ഞു ലോസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നവംബറിൽ നമ്മുടെ PMI വന്നിരിക്കുന്നത്, ഇൻഡെക്സ് വന്നിരിക്കുന്നത് 56.3. അപ്പോൾ നവംബറിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ബിസിനസ് ഗ്രോത്ത് ആണ്, നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ ഒക്ടോബറിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒക്ടോബറിൽ 58.9 ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ 56.3 ആണ്. അപ്പോൾ ഒക്ടോബറിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്രാവശ്യത്തെ ബിസിനസ് കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ ഇംപ്രൂവ് ചെയ്യണം എന്നൊരിതാണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ സിവിൽ സർവീസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ന്യൂസസിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് നോക്കിയത്. ഇത് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടല്ല ഈ ന്യൂസ് അനാലിസിസ് ചെയ്തത്. ന്യൂസ് സ്കിപ്പ് ചെയ്യരുത്, വായിച്ച് നന്നായിട്ട് നമ്മൾ തന്നെ സ്വയം അനാലിസിസ് ചെയ്യണം, എന്നാലാണ് നമുക്ക് എക്സാമിന് അത് ഉപയോഗപ്പെടത്തുള്ളൂ. എന്നാലും പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുറേ പേരുണ്ടെന്നൊക്കെ സജഷൻസ് വന്നു, വീഡിയോ ചെയ്യാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തു. ഫസ്റ്റ് വീഡിയോ ആണ് ന്യൂസ് അനാലിസിസിൻ്റെ, അതിൻ്റേതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.